നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. 5000 കോടി രൂപ പൊടി പിടിച്ച അംബാനിയുടെ മകൻ്റെ കല്യാണം നടക്കുകയാണ്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് ഭാരതത്തിൻ്റെ മൊത്തവും, ഇത്രയും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ മൊത്തവും ഇലക്ഷൻ നടത്തുന്നതിന് അത്രയും പൈസ ആവശ്യമില്ല. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതാക്കന്മാർ മുഴുവൻ അവിടേക്ക് ഒഴുകിയെത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ മമതാ ബാനർജി, ലാലു പ്രസാദ് യാദവ്, അങ്ങനെ അഖിലേഷ് യാദവ്, അങ്ങനെ ഇന്ത്യ മുന്നണിയിലും BJPയിലുമുള്ള എല്ലാ പ്രമുഖ നേതാക്കന്മാരും അദാനിയുടെ മകനെ, വധുവിനെയൊക്കെ അനുമോദിക്കാനായിട്ട്, അംബാനിയുടെ മകനെയൊക്കെ അനുമോദിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ഒഴുകിയെത്തുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സെലിബ്രിറ്റികളെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊടുത്ത് അവിടെ പരിപാടി അവതരിപ്പിക്കുകയാണ്. ബോളിവുഡിലെ സ്റ്റാറുകൾ അമീർ ഖാനും സൽമാൻ ഖാനും ഒക്കെ, എനിക്ക് തോന്നുന്നു മലയാളത്തിൻ്റെ പൃഥ്വിരാജ് വരെയുള്ള സിനിമാ നിരകളൊക്കെ അവിടെ സന്നിഹിതരായിരിക്കുകയാണ്. അപ്പോഴും ഒരാളുടെ അസാന്നിധ്യം ആ ചടങ്ങിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, അംബാനി നേരിട്ട് പോയിട്ട് വിളിച്ചിട്ടും ആ ചടങ്ങിൽ അംബാനിയുടെ വസതി സ്ഥിതി ചെയ്യുന്ന ബോംബെയിൽ, മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നിട്ടും ആ ചടങ്ങിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യമാണ് ആ ചടങ്ങിനെ വ്യത്യസ്തമാക്കുന്നത്. അദ്ദേഹം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രത്തിൽ സാധാരണക്കാരോടൊപ്പം അദ്ദേഹം ഒരു പിസ്സ ഷോപ്പിൽ, മഹാരാഷ്ട്രയിലെ ഒരു പിസ്സ ഷോപ്പിലിരുന്ന് പിസ്സ കഴിക്കുന്ന ചിത്രമുണ്ട്. കോടികൾ ആഡംബരം ദൂർത്ത് ചിലവഴിച്ച് വളരെ വിഭവസമൃദ്ധമായ ആഹാരങ്ങളുള്ള അംബാനിയുടെ കല്യാണത്തിൽ നിന്ന് വിട്ടുനിന്ന് സാധാരണക്കാരോടൊപ്പം മഹാരാഷ്ട്ര തെരുവിൽ ഭക്ഷണം കഴിക്കുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്, ഇന്ത്യൻ ജനതയ്ക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത് ഒരു സന്ദേശമുണ്ട്. 2024 ഇന്ത്യൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്ന ഒരു സന്ദേശമുണ്ട്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികകാലം നിലനിൽക്കില്ല. ഈ സർക്കാർ വീഴുകയും രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ അധികാരത്തിലെത്തുകയും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും ചെയ്യുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുമ്പോൾ, ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാർ രാഹുൽ ഗാന്ധിയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം നേരിട്ട് ചെന്ന് കണ്ടു തന്നെയാണ് അംബാനി ഈ കല്യാണത്തിന് ക്ഷണിക്കുകയുണ്ടായത്. എന്നിട്ടും അദ്ദേഹം ആ കല്യാണത്തിൽ പങ്കെടുക്കാതെ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നിട്ടും സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം പിസ്സ കഴിക്കുന്ന ഒരു രംഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുലർത്തി വരുന്ന കോർപ്പറേറ്റ് മേധാവിത്വങ്ങൾക്ക് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇത്തരത്തിൽ നമ്മൾ വേറൊന്നുകൂടി ആലോചിക്കേണ്ടത്, ഈ അടുത്ത കാലത്ത് അദ്ദേഹം പ്രതിദാനം ചെയ്തിരുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ടായി, ഒരാൾ മരിച്ചു, ഒരു സാധാരണക്കാരനായ ആൾ മരിച്ചു. അപ്പോൾ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്രയുമായി തിരക്കിലായിരുന്നു. ആ ഭാരത് ജോഡോ യാത്ര നിർത്തിവെച്ചിട്ട് അദ്ദേഹം വയനാട്ടിലെത്തുകയും ആ സാധാരണക്കാരനായ ആ വ്യക്തിയുടെ വീട്ടിലെത്തുകയും ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങളെ, അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടതാണ്. നമ്മൾ ഈ രണ്ട് രംഗങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കണം. ഒന്ന്, അംബാനിയുടെ കല്യാണത്തിൽ പോകാതെ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം പിസ്സ കഴിക്കുകയും, എന്നാൽ വയനാട്ടിൽ ഒരു സാധാരണക്കാരനായ ആൾ വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിൽപ്പെട്ട് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം ഉത്തരേന്ത്യയിൽ തിരക്കേറിയ ഒരു യാത്രയിലായിരുന്നിട്ടും, ഭാരത് ജോഡോയിൽ യാത്രയിലായിരുന്നിട്ടും ആ യാത്ര കുറച്ച് ദിവസത്തേക്ക് നിർത്തിവെച്ച് സ്വന്തം മണ്ഡലത്തിലെ സാധാരണക്കാരെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഹദ്രാസിലും മറ്റ് ഉത്തർപ്രദേശിലുമൊക്കെ ദളിത് പെൺകുട്ടികൾ പീഡനത്തിൽ ഏർപ്പെട്ട് കൊല്ലപ്പെടുകയും സാധാരണക്കാരായ ജനങ്ങൾ കൊലപ്പെടുകയും അല്ലെങ്കിൽ അതുപോലെയുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുമ്പോഴും ആ സ്ഥലങ്ങളിലേക്ക് എത്തി അവരെ സമാശ്വസിപ്പിക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധി അംബാനിയുടെ വീട്ടിൽ കല്യാണത്തിൽ എത്തിയില്ല എന്ന് പറയുമ്പോൾ അത് നൽകുന്ന ഒരു രാഷ്ട്രീയ സൂചനയുണ്ട്. മറ്റൊന്നുമല്ല, ഇന്ത്യയിലെ അടിസ്ഥാനവർഗ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് സൂചിപ്പിക്കുന്ന ഉത്തമ ഉദാഹരണം. അതുതന്നെയാണ് ഭാവി രാഷ്ട്രീയത്തിനും ആശ്വാസവും ആനന്ദവും. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.